ഡ്രോയിങ്ങിൽ സ്കിൻ ടെക്സ്ചർ എത്ര കഷ്ടപ്പെട്ട് വരച്ചാലും അവസാനം കിട്ടുന്ന റിസൾട്ട് ഒരു മെഴുക് പ്രതിമ പോലെ ഇരിക്കും. ഒരു റിയലിസ്റ്റിക് എഫക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്കും ആളുകളുടെ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടോ? മുഖത്തെ ചുളിവുകളും സ്കിൻ ടെക്സ്ചറും എങ്ങനെ വരയ്ക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് ടോൺ ആണ്. ഞാനിവിടെ ഒരു ഡ്രൈ ബ്രഷും ഗ്രാഫൈറ്റ് പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ടൂൾസ് ഇല്ലെങ്കിൽ നോർമൽ ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ലൈറ്റ് ടോൺ ഉള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കവിളിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ടോൺ ആണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മിഡിൽ ടോൺ ആണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2B അല്ലെങ്കിൽ 4B പെൻസിലാണ്. ഇവിടെ മിഡിൽ ടോൺ വീഴുന്ന ഭാഗങ്ങൾ ടോട്ടൽ അതിൻ്റെ ഷേപ്പ് നോക്കി ഞാനൊരു പാരൽ ഹാച്ചിങ് മെത്തേഡ് വഴിയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല. വളരെ റഫായിട്ട് തന്നെ പെട്ടെന്ന് ഷെയ്ഡ് ചെയ്ത് തീർക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ സ്കിൻ ടെക്സ്ചർ ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ സ്റ്റെഡ്ലർ എന്ന ബ്രാൻഡിന്റെ മാർസ് ലുമോഗ്രാഫ് 8B പെൻസിലാണ്. ഇദ്ദേഹം ഒരു വയസ്സായിട്ടൊരാളായതുകൊണ്ട് തന്നെ സ്കിന്നിൽ കുറച്ച് വിസിബിൾ ആയിട്ടുള്ള ചുളിവുണ്ട്. അത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ചുളിവുകളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത്. മാക്സിമം ആ ചുളിവെല്ലാം ഒബ്സർവ് ചെയ്ത് വരയ്ക്കുക. പിന്നെ ഈ ഒരു പെൻസിൽ കൂടാതെ ഞാൻ ഒരു മോണോസീറോ ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഹൈലൈറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇറേസർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇറേസ് ചെയ്ത് ചെറിയ ചെറിയ ഹൈലൈറ്റ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് ഡാർക്ക് അല്ലാത്ത കുറച്ച് ടെക്സ്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ ഒരു 4B അല്ലെങ്കിൽ 2B പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കാനും സാധിക്കും. മാക്സിമം അതിന്റെ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ്. പിന്നീട് അതെല്ലാം ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കൊടുത്ത ആ ഒരു മിഡിൽ ടോണും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പം നോർമലി ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് ടോട്ടലി അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഡാർക്കസ്റ്റ് പെൻസിലായ സ്റ്റെഡ്ലറിൻ്റെ മാർസ് ലുമോഗ്രാഫ് ബ്ലാക്ക് 8B പെൻസിലാണ് ഇവിടെ ഞാൻ ഡാർക്ക് ടോൺ കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡ് ഈ പെൻസിൽ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുളിവൊക്കെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നോർമൽ നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിലുള്ള പോലെ തന്നെ ഗ്ലേസിങ് ഇതിന് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വായിൽ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ചെറിയൊരു ത്രെഡ് കിട്ടിയപ്പോൾ അത് വെച്ച് ഡെവലപ്പ് ചെയ്തൊരു ഡ്രോയിങ് ആണ്. ആനയെ തിന്നുന്ന വിശപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു മനുഷ്യൻ റിയൽ ആയിട്ടൊരു ആനയെ തിന്നുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും, അത് സങ്കല്പിച്ചിട്ടാണ് ഈ ഒരു ഡ്രോയിങ് വരച്ചിട്ടുള്ളത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.